വിശദമായ വാർത്തയിലേക്ക്. സിൽവർ ലൈൻ ഭാവിക്ക് വേണ്ട പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. പദ്ധതിക്ക് തുരങ്കം വെക്കാനാണ് പ്രതിപക്ഷ ശ്രമം. അതിന്റെ ഭാഗമാണ് സംസ്ഥാനം കടക്കണിയിലാണെന്ന വാദം. പരിസ്ഥിതിയെ തകർക്കുന്നതല്ല, സംരക്ഷിക്കുന്നതാണ് പദ്ധതി. സിൽവർ ലൈൻ സംസ്ഥാനത്തെ നെടുകെ മുറിക്കുമെന്ന വാദവും അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതെല്ലാം തരത്തിൽ ഒരു പദ്ധതിയെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവരുടെ സംസാരങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ളത്. വിവിധ കൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലുണ്ട്. പക്ഷേ എവിടെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു അതിക്രമവും ഉണ്ടായില്ല. തീർത്തും ശാന്തമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. നാം കാണേണ്ടത് ഈ പറഞ്ഞ 40 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിന്റെ സമ്പദ്ഘടന വലിയ തോതിൽ വികസിക്കാൻ തന്നെയാണ് പോകുന്നത്. ആ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് ഈ പദ്ധതിക്കായുള്ള കടമെടുപ്പിനെതിരെ അടിസ്ഥാനരഹിതമായ വിമർശനം ഉയർത്തുന്നത്. കടക്കണി വാദം അത് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ വികസന മുന്നേറ്റത്തെ ഏതെങ്കിലും തരത്തിൽ തുരങ്കം വെക്കുക. ആ ഉദ്ദേശത്തോടെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ഏറ്റവും ഉതകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് എതിർക്കേണ്ടതല്ല. അതിലെന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. നമുക്ക് സംസ്ഥാനത്തിന്റെ ഭാവി കണ്ടുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇത് സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്താകെ മതിലുകൾ ഉയരാനും പോകുന്നില്ല. അങ്ങനെ ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇത് നമുക്കല്ലാലോ, നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയല്ലോ. നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ, ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കണ്ടേ. അപ്പോൾ നമ്മുടെ നാടിന്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കിയേ തീരൂ. കേരളത്തെ ബനാന റിപ്പബ്ലിക് ആക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. ഒന്ന് പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ട്, 2 ഫൈനൽ ഫീസിബിലിറ്റി റിപ്പോർട്ട്, 3 ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്. സർ, ഈ 3 റിപ്പോർട്ടുകളിലും ഡാറ്റ ഫഡ്ജിങ് നടത്തിയിരിക്കുകയാണ്. ഡാറ്റ കൃത്രിമം കാണിച്ചിരിക്കുക. ക്രിമിനൽ കുറ്റമാണ് ഡാറ്റ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഈ സിൽവർ ലൈനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കൃത്രിമമാക്കി, ഡാറ്റ കൃത്രിമമാക്കി മാറ്റി 2 മാസം കൊണ്ട് സർ മാറ്റിയിരിക്കുകയാണ്. റൈഡർഷിപ്പിന്റെ കാര്യം സർ കണക്കിലാണെങ്കിൽ വ്യാപകമായി കണക്കിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സർ, നിങ്ങൾ എന്താ ചെയ്ത്, നിങ്ങൾ കുറെ പൗരപ്രമുഖന്മാർ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച കുറെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് മോണോലോഗ് നടത്തി. സർ, ഇത് ജനാധിപത്യ കേരളമാണ്, മോണോലോഗല്ല. വി നീഡ് ഡയലോഗ്. മാൻഡേറ്റ് എന്നത് എന്തും ചെയ്യാൻ ഉള്ള അധികാരമല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ കൊച്ചു സംസ്ഥാനത്തെ, ഈ കേരളത്തെ ഒരു ബനാന റിപ്പബ്ലിക് ആക്കി മാറ്റാൻ ഞങ്ങൾ പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങൾ അനുവദിക്കില്ല. കേരളിന്റെ പേരിൽ സംസ്ഥാനത്ത് സർക്കാർ ഗുണ്ടായിസം നടത്തുന്നുവെന്നും കുട്ടികളുടെ മുന്നിലിട്ട് പോലീസ് രക്ഷിതാക്കളെ മർദ്ദിക്കുന്നുവെന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. കല്ലിടലിന്റെ പേരിൽ സംസ്ഥാനത്ത് പോലീസ് ആറാടുകയാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുന്ന വീടുകളിലേക്ക് 100 കണക്കിന് പോലീസുകാർ എരച്ചു വന്ന് അവരെ ആക്രമിക്കുന്നു, അവരെ വലിച്ചഴയ്ക്കുന്നു. അവരുടെ വീടിന്റെ നടുക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ മഞ്ഞക്കല്ലുകൾ കുഴിച്ചിടുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാഷിസമാണ് ഈ കേരളയിൽ എന്ന് പറഞ്ഞ വിനാശകരമായ ഒരു പദ്ധതിക്ക് വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പോലീസ് അതിക്രമങ്ങൾ കേരളത്തിലുടനീളം നടത്തുന്നത്. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ അച്ഛനെയും അമ്മയും വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്. സാർ, അവരുടെ കണ്ണീരിന്റെ ഇടയിൽ കൂടി അച്ഛനെയും അമ്മയും വലിച്ചഴിച്ചു കൊണ്ടുപോയി ഒരു മഞ്ഞ കുട്ടി സ്ഥാപിക്കുന്നത് എന്തിനാണ് സാർ? സാമൂഹികാഘാത പഠനത്തിന് വേണ്ടിയാണ് സാർ. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരിനപ്പുറത്ത് സാമൂഹികാഘാതത്തിന് ഒരു തെളിവ് വേണം സാർ. ഈ കേരളത്തിൽ ഈ പ്രതിസന്ധി കാലത്ത് ഈ അനാവശ്യ പദ്ധതി രാജ്യത്തിന് ആവശ്യമുണ്ടോ? ലോക സമാധാനത്തിന് 2 കോടി
മലയാളിയുടെ മനസമാധാനം കളയാൻ 2000 കോടി കമ്മീഷൻ അടിക്കാനുള്ള കമ്മീഷൻ റെയിലാണ് ഈ കെ റെയിൽ. ഇത് വികസനവുമായി യാതൊരു ബന്ധവുമില്ല. ഷംസീർ പറഞ്ഞ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ നടപ്പാക്കും. ഇത് തന്നെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ നന്ദിഗ്രാമിലും പറഞ്ഞത്. ആ വാചകമാണ് നന്ദിഗ്രാമിലും ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങൾ ആരെയും നോക്കില്ല. എന്ത് വന്നാലും ഞങ്ങൾ നടപ്പാക്കും. ജനങ്ങൾ ഞങ്ങളെ അധികാരമേൽപ്പിച്ചിരിക്കുന്നു. അഹങ്കാരവും ധിക്കാരവുമായിരുന്നു ബംഗാളിൽ നിങ്ങളെ സർവനാശത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. കേരളയിൽ മറ്റൊരു നന്ദിഗ്രാമമായി മാറും, ഒരു മന്ദിഗ്രാമമായി മാറും. അതുകൊണ്ട് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കണം. അടിയന്തര പ്രമേയത്തിലെ വിഷയങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വി അരുൺ ചേരുന്നു. അരുൺ, അടിയന്തര പ്രമേയം തള്ളി ഇരിക്കുന്നു. നിയമസഭാ സിൽവർ ലൈനിലെ അടിയന്തര പ്രമേയത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്തൊക്കെയാണ് ചർച്ചയിൽ സഭയിൽ സംഭവിച്ചത്? പ്രതിപക്ഷം ഉയർത്തിയ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും സർക്കാരിന് വ്യക്തമായ മറുപടിയില്ല. പ്രധാനമായും 4 വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒന്ന് പരിസ്ഥിതി നാശം, മറ്റൊന്ന് ഡേറ്റ കൃത്രിമത്വം, മറ്റൊന്ന് സാമൂഹിക വിഷയങ്ങൾ. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന മതിൽ ഉയർത്തും. ഈ 4 കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിന് ആരോട് ഉന്നയിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സിൽവർ ലൈൻ സംസ്ഥാനത്തിന് നടപ്പാക്കേണ്ട പദ്ധതിയാണ്. നടപ്പാക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് തുരങ്കം വയ്ക്കാനാണ് പ്രതിപക്ഷ ശ്രമം. വിമർശിക്കുന്നവർക്ക്, എതിർപ്പ് ഉയർത്തുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ, എതിർപ്പുകളുടെ പേരിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന പദ്ധതിയല്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. മതിൽ ഉയരുമെന്ന DPRലെ വാദമല്ല ശരി, താൻ പറയുന്നതാണ് ശരിയെന്ന മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. മാത്രമല്ല, സാമ്പത്തികമായും സംസ്ഥാനത്തിന് വലിയ ബാധ്യത ഉണ്ടാക്കുമെന്ന ആരോപണം നിലനിൽക്കുന്നുവല്ല. 40 വർഷത്തെ സമയം തിരിച്ചടവിന്, സാമ്പത്തിക വായ്പ എടുക്കുന്ന തുക തിരിച്ചടവിന് ലഭിക്കും. ആ സമയം കൊണ്ട് കേരളം വലിയ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന സംസ്ഥാനമായി മാറും. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്ക നിലനിൽക്കില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സഭയിലും വ്യക്തമാക്കിയത്. വളരെ വേഗത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ശരി, നന്ദി അരുൺ.